വീട്ടിലെ എലിശല്യം കാരണം നിങ്ങൾ വീട്ടിലേക്ക് എലിവിഷത്തിൻ്റെ ഒരു കേക്ക് വാങ്ങി. അത് നിങ്ങൾ പാക്കറ്റ് പൊളിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടു. അതിനുശേഷം നിങ്ങൾ മറ്റെവിടെയോ പോയി. അപ്പോഴാണ് നിങ്ങളുടെ ഭർത്താവ് വന്നത്. ഭർത്താവ് വിചാരിച്ചു ഭാര്യ തനിക്ക് വേണ്ടി ഒരു പുതിയ ഇനം കേക്ക് വാങ്ങി വെച്ചതാണെന്ന് വിചാരിച്ചിട്ട് ഭർത്താവ് അത് കഴിച്ചു. അപ്പോൾ ഭാര്യ വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു, ആ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, ദൈവമേ നിങ്ങളത് കഴിച്ചോ? അപ്പോൾ അതിനുശേഷം എന്തൊക്കെ നടന്നുണ്ടായി? ഭർത്താവായതുകൊണ്ട് ചിലപ്പം പ്രശ്നം ഉണ്ടായിരുന്നില്ല, മക്കളാണെങ്കിൽ നിങ്ങൾ ബേജാറാവും. അതിനുശേഷം നടന്നത് എന്തുമാട്ടെ, പക്ഷെ നമുക്കറിയേണ്ടത് ഭാര്യ ചോദിച്ച ആ ചോദ്യം, ദൈവമേ നിങ്ങളത് കഴിച്ചോ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. തിന്നു, ഉറങ്ങി, കരഞ്ഞു, ചിരിച്ചു, പോയി എന്നൊക്കെ പറയാൻ നമ്മൾ പഠിച്ചു. ഇനി തിന്നുവോ, നീ തിന്നോ എന്നെങ്ങനെ ചോദിക്കും? കരഞ്ഞോ, കരഞ്ഞോ എന്ന് പറയാൻ പഠിച്ചു. ഇനി കരഞ്ഞോ എന്നെങ്ങനെ പറയും? കളിച്ചു, കളിച്ചുവോ? തിന്നു, തിന്നുവോ? പോയി, പോയോ എന്നൊക്കെ എങ്ങനെ ചോദിക്കാം? അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ എപ്പോഴും ഐ, യു, വി, ദേ പ്ലൂറൽ എന്നതിനെ ഒരു വിഭാഗമായിട്ടും ഹി, ഷീ, ഇറ്റ് സിംഗുലറിനെ മറ്റൊരു വിഭാഗമായിട്ടുമാണ് പഠിപ്പിക്കാറ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതിനെക്കുറിച്ച് ചിലപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഡേ 1 മുതലിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. പാസ്റ്റ് ടെൻസ് പഠിക്കുമ്പോൾ ഈ വിഭാഗങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവയൊക്കെ ഐ വന്നാലുള്ള ഫോമും ഹി വന്നാലുള്ള ഫോമും സെയിം തന്നെയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ തിന്നു എന്ന് പറയുകയാണെങ്കിൽ ഐ വന്നതിന് ശേഷം ഇവിടെ പാസ്റ്റ് ടെൻസ് ഏതാണോ വേർബ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, തിന്നു എന്നാണെങ്കിൽ ഈറ്റ് എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ഇവിടെ ഉപയോഗിച്ചാൽ മാത്രം മതി. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ എയ്റ്റ്, ഞാൻ തിന്നു. എന്നാൽ ഞാൻ തിന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് തിന്നോ, കുളിച്ചോ, കളിച്ചോ, ചിരിച്ചോ എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് ഇവിടെ ഡിഡ് ആണ് വരുന്നത്. ഈ ഫോം ഡിഡ് വന്നതിന് ശേഷം പിന്നെ പ്രൊനൗൺസ് വരും, പിന്നെ പ്രസന്റ് വേർഡ്. ഇവിടെ തിന്നോ എന്ന് ചോദിക്കാൻ ഇവിടെ എയ്റ്റ് അല്ല ചേർക്കേണ്ടത്, ഈറ്റ്. ഇവിടെ പ്രസന്റ് വേർഡ് ചേർത്താൽ മതി. കാരണം ഇത് ഓൾറെഡി പാസ്റ്റ് ആണ്. ഡു എന്നതിന്റെ പാസ്റ്റ് ആണ് ഡിഡ്. ഇവിടെ ഡിഡ് ചേർക്കുമ്പോൾ ഞാൻ തിന്നു എന്ന് പറയണമെങ്കിൽ ഐ എയ്റ്റ്, ഞാൻ തിന്നു. ഞാൻ തിന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് ഐ ഈറ്റ്, ഡിഡ് ഐ ഈറ്റ്, ഞാൻ തിന്നോ, ഡിഡ് ഐ ഈറ്റ്. ഇവിടെ പ്രസന്റ് വേർഡാണ്, പ്രസന്റ് വേർബാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലേക്ക് കടക്കാം. ഡിഡ് ഐ ഫോർഗെറ്റ്, ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കുക. ഡിഡ് ഐ ഫോർഗെറ്റ്, ഞാൻ മറന്നോ. സംതിങ്, സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്നാണ് അർത്ഥം. സംതിങ്, ഡിഡ് ഐ ഫോർഗെറ്റ് സംതിങ്, ഞാൻ എന്തെങ്കിലും മറന്നോ. വെയിറ്റ്, ഭാര്യയോട് പറയാണ്, ഭാര്യ ലോക്ക് ചെയ്യാൻ, വീടിന്റെ ഡോർ ലോക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ പറയുകയാണ് വെയിറ്റ്, ഡോർ ലോക്ക് ചെയ്യരുത്. ഡോണ്ട് ക്ലോസ് ദ ഡോർ. ഡോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡു നോട്ട്, ചെയ്യരുത് എന്ന് പറയുന്ന കാര്യമാണ്. ഡോണ്ട്, ഡോണ്ട്, ഡു നോട്ട്, ചെയ്യരുത്. ഡോണ്ട് ക്ലോസ്, ക്ലോസ് എന്ന് പറഞ്ഞാൽ അടക്കുക. ഡോണ്ട് ക്ലോസ്, അടക്കരുത്. ദ ഡോർ, ഡോർ ക്ലോസ് ചെയ്യരുത്, ഡോർ അടക്കരുത്. ലെറ്റ് മീ തിങ്ക്, ലെറ്റ് എന്ന് പറഞ്ഞാൽ അനുവദിക്കുക. ഇംഗ്ലീഷിലൊരു ഫോമാണ്. ലെറ്റ് മീ തിങ്ക്, എന്നെ ചിന്തിക്കാൻ അനുവദിക്കും. ഞാൻ എന്തെങ്കിലും ചിന്തിച്ച് നോക്കട്ടെ. ഡോർ അടക്കണ്ട, ഞാൻ എന്തെങ്കിലും ചിന്തിച്ച് നോക്കട്ടെ, എന്തെങ്കിലും മറന്നു പോയിനോ എന്ന് ഞാൻ ചിന്തിച്ചു നോക്കട്ടെ. ഡിഡ് ഐ ഫോർഗെറ്റ് സംതിങ്, ഞാൻ എന്തെങ്കിലും മറന്നുവോ. നിങ്ങളും അനിയനും കൂടി ഒരു കല്യാണത്തിന് പോയി. കല്യാണത്തിന് തിരിച്ചു വന്നതിന് ശേഷം നിങ്ങളുടെ അനിയൻ അച്ഛനോട് പറഞ്ഞു, ഏട്ടൻ എന്നെ ഒറ്റക്കാക്കി, ഏട്ടൻ എന്നെ കൂട്ടിയിട്ടില്ല, ഏട്ടൻ ചങ്ങാതിമാരോടൊപ്പം പോവുകയാണ് ചെയ്തത് എന്നെ ഒറ്റക്കാക്കിയിട്ട്. നിങ്ങൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾ അവനോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ ഒറ്റക്കാക്കിയോ, ഞാൻ നിന്നെ ഒറ്റക്ക് വിട്ടോ. എങ്ങനെ ചോദിക്കാം? ഡിഡ് ഐ ലീവ്, ലീവ് എന്ന് പറഞ്ഞാൽ വിടുക എന്നാണ് അർത്ഥം. ഡിഡ് ഐ ലീവ് യു, ഞാൻ നിന്നെ വിട്ടോ. എലോൺ, ഒറ്റക്ക് വിട്ടോ, നിന്നെ ഞാൻ ഒറ്റക്കാക്കിയിട്ട് പോയോ. അറ്റ് ദ വെഡ്ഡിങ് പാർട്ടി, വെഡ്ഡിങ് പാർട്ടി കല്യാണ പാർട്ടിയിൽ ഞാൻ നിന്നെ ഒറ്റക്കാക്കിയിട്ട് എവിടെയെങ്കിലും പോയോ, നിന്നെ ഒറ്റയ്ക്ക് വിട്ടിനോ. നിങ്ങളുടെ ഹസ്ബൻഡിനോട് നിങ്ങൾ മുട്ട പുഴുങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരുപാട് സമയമായി, എത്ര നേരം കഴിഞ്ഞിട്ടും കാണാത്തപ്പോൾ നിങ്ങൾ അടുക്കളയിലേക്ക് വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ മുട്ട പുഴുങ്ങിയോ. ഡിഡ് യു ബോയിൽ, ബോയിൽ എന്ന് പറഞ്ഞാൽ ചൂടാക്കുക, തിളപ്പിക്കുക, പുഴുങ്ങുക എന്നൊക്കെ അർത്ഥമുണ്ട്. ബോയിൽ, വാട്ടർ, വെള്ളം ചൂടാക്കുന്നതിനൊക്കെ, വെള്ളം ദ്രാവക രൂപത്തിലുള്ള സാധനങ്ങൾ തിളക്കുന്നതിനും ചൂടാക്കുന്നതിനൊക്കെയാണ് ബോയിൽ എന്ന് ഉപയോഗിക്കുന്നത്. ഡിഡ് യു ബോയിൽ ദ എഗ്, നിങ്ങൾ മുട്ട പുഴുങ്ങിയോ. അപ്പോൾ ഇനി മുതൽ മലയാളത്തിൽ ചോദിക്കരുത്, ഇംഗ്ലീഷിൽ ചോദിച്ചാൽ മതി. നിങ്ങളുടെ മകൻ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് വന്നപ്പോൾ മുതൽ അവന് വല്ലാത്തൊരു സങ്കട മുഖഭാവം. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും ഇന്റർവ്യൂവിൽ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായോ. എങ്ങനെ ചോദിക്കാം? ഡിഡ് യു ഫേസ്, ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഫേസ് എന്നാണ് പറയുക. അഭിമുഖീകരിക്കുക എന്നതിനും ഇംഗ്ലീഷ് ഫേസ് എന്നാണ്. ഡിഡ് യു ഫേസ് എനി പ്രോബ്ലംസ്, നീ ഏതെങ്കിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചോ എന്നാണ് ഇതിന്റെ അർത്ഥം. ഡിഡ് യു ഫേസ് എനി പ്രോബ്ലം, അഭിമുഖീകരിക്കുക എന്നതിന്റെ ഒക്കെ വളരെ സിമ്പിൾ ആണ് ഫേസ്. ഇനി ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഡിഡ് യു ഫേസ് എനി പ്രോബ്ലം,
ഇൻ ദ ഇന്റർവ്യൂവിൽ വെച്ചിട്ട് എന്തെങ്കിലും നിനക്ക് പ്രശ്നം ഉണ്ടായോ? അടുത്ത ആഴ്ച നിങ്ങളുടെ സിസ്റ്ററുടെ മാരേജ് ആണ്. അപ്പോൾ വീട്ടിൽ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അച്ഛനോട് ചോദിക്കുകയാണ്, നമ്മൾ പരിപാടിയുടെ അന്ന് നടക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ തീരുമാനിച്ചു വെച്ചോ, ഒന്ന് ക്രമീകരിച്ചു വെച്ചോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് വി ഓർഗനൈസ് എന്ന് പറഞ്ഞാൽ ക്രമീകരിച്ച് വെക്കുക, ഒരു അടുക്കും ചിട്ടയോടുകൂടി വെക്കുന്നതിനാണ് ഓർഗനൈസ് എന്ന് പറയുക. കാര്യങ്ങളൊന്ന് തീരുമാനിച്ചു വെക്കുക. ഇത്ര മണിക്ക് ഇന്ന പരിപാടിയാണ് നടക്കുക, ഇത്ര മണിക്ക് ഇന്ന പരിപാടിയാണ് നടക്കുക എന്നുള്ള ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വെക്കുക. ഡിഡ് വി ഓർഗനൈസ് ദ വെഡ്ഡിംഗ് പാർട്ടിയുടെ അന്ന് നടക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർഗനൈസ് ചെയ്തോ? നിങ്ങൾ കുടുംബസമേതം ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു ചിന്ത, ആ കൂട്ടുകാരൻ പണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തിനോ എന്ന് ഭാര്യയോട് എങ്ങനെ ചോദിക്കാം? ഡിഡ് വി ഗ്രീറ്റ് ദം? ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷപൂർവ്വം ഒരാളെ വെൽക്കം ചെയ്യുന്നതിനാണ് ഗ്രീറ്റ് എന്ന് പറയുക. ഗ്രീറ്റ് ദം എന്ന് പറഞ്ഞാൽ അവരെ. ഡിഡ് വി ഗ്രീറ്റ് ദം പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ ശരിയായ വിധത്തിൽ, ശരിയായ രീതിയിൽ. നമ്മൾ അവരെ ശരിയായ രീതിയിൽ ഗ്രീറ്റ് ചെയ്തിനോ, വരവേറ്റിനോ? വെൻ ദേ കെയിം ടു അവർ ഹൗസ്. വെൻ എന്ന് പറഞ്ഞാൽ അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്. വെൻ ദേ കെയിം, അവർ വന്ന സമയത്ത്. ടു അവർ ഹൗസ്, അവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ, നമ്മുടെ. അവർ ഹൗസ്, നമ്മുടെ വീട്ടിൽ അവർ വന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ, ശരിയായ രീതിയിൽ തന്നെ അവരെ ഗ്രീറ്റ് ചെയ്തിരുന്നു. നിങ്ങളുടെ അച്ഛൻ കുറച്ച് പണിക്കാരോട് വീട്ടിലേക്ക് പണിയെടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ ഫോൺ ചെയ്താൽ മാത്രം വന്നാൽ മതി എന്നായിരുന്നു അവരോട് പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞ ദിവസം നേരത്തെ അവർ എത്തിച്ചേർന്നു. ആ വിവരം നിങ്ങൾ അച്ഛനോട് പോയി പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അവർ നേരത്തെ എത്തിയോ, ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞതായിരുന്നുവല്ലോ. എങ്ങനെ പറയും? ഡിഡ് ദേ അറൈവ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക, എത്തുക. ഡിഡ് ദേ അറൈവ്, അവർ എത്തിയോ? ഏർലി, അവർ നേരത്തെ എത്തിയോ? ഐ ടോൾഡ് ദം. ടെൽ എന്നതിന്റെ പാസ്റ്റ് ആണ് ടോൾ. നമ്മൾ മറ്റൊരാളോടൊരു കാര്യം പറയുന്നതിനാണ് ടെൽ എന്ന് പറയുക. ടെലിഫോൺ എന്ന് പറയുന്നത്, നമ്മൾ ടെലിഫോണിലൂടെ മറ്റൊരാളോട് സംസാരിക്കുകയല്ലേ. ടെൽ എന്നതിന്റെ പാസ്റ്റ് ആണ് ടോൾഡ്. ഐ ടോൾഡ് ദം, ഞാൻ അവരോട് പറഞ്ഞു. ദം എന്ന് പറഞ്ഞാൽ അവരോട്. ഐ ടോൾഡ് ദം, അവരോട് ഞാൻ പറഞ്ഞു. ടു കം ഓൺലി ആഫ്റ്റർ, ടു കം വരാൻ വേണ്ടി പറഞ്ഞു. ഓൺലി ആഫ്റ്റർ ഐ കോൾഡ്, ഞാൻ വിളിച്ചതിന് ശേഷം. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം. ഓൺലി, ഞാൻ മാത്രം, വിളിച്ചതിന് ശേഷം മാത്രം വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഡ് ദേ അറൈവ് ഏർലി, അവർ നേരത്തെ എത്തിയോ? നിങ്ങളുടെ മകൻ വീട്ടിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന സാറ് വല്ലാതെ മോശം പെരുമാറ്റമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, പ്രിൻസിപ്പാളുടെ അടുത്ത് നിങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടി കംപ്ലൈന്റ് ചെയ്തോ അയാളുടെ മോശം സ്വഭാവത്തെ കുറിച്ച്? എങ്ങനെ ചോദിക്കാം? ഡിഡ് ദ സ്റ്റുഡൻസ് കംപ്ലൈന്റ് ചെയ്തോ about the teachers misbehavior എന്ന് പറഞ്ഞാൽ മോശം പെരുമാറ്റം. ടീച്ചേഴ്സ് മിസ്ബിഹേവിയർ, ടീച്ചറുടെ. ഇവിടെ അപ്പോസ്ട്രോഫി എസ് വന്നാൽ അതിനർത്ഥം ടീച്ചറുടെ. ഇപ്പോൾ ഒരു പേര് ഉപയോഗിച്ചിട്ട് ഒരു പേരിന് ശേഷം അപ്പോസ്ട്രോഫി എസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗീതു എന്ന് വന്നിട്ട് അതിനുശേഷം അപ്പോസ്ട്രോഫി എസ് പറഞ്ഞാൽ ഗീതുവിൻ്റെ എന്നാണ് അർത്ഥം. ടീച്ചേഴ്സ്, ടീച്ചറിൻ്റെ മിസ്ബിഹേവിയറിനെ കുറിച്ച്. എബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച്. ടീച്ചറുടെ മിസ്ബിഹേവിയറിനെ കുറിച്ച് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തോ? ഡിഡ് ദ സ്റ്റുഡൻസ് കംപ്ലൈന്റ് ചെയ്തോ? നിങ്ങളുടെ കൂട്ടുകാരൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരുപാട് കാലമായിട്ട് അവർക്ക് സാലറി ലഭിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, എന്നിട്ട് എന്താണ് അവർ തീരുമാനിച്ചത്? സ്റ്റാഫ്സ് എല്ലാവരും കൂടി അവർ കമ്പനി നിന്ന് ഒഴിവാകാൻ തീരുമാനിച്ചോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് ദ സ്റ്റാഫ്സ് ഡിസൈഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. ഡിഡ് ദ സ്റ്റാഫ്സ് ഡിസൈഡ്, സ്റ്റാഫ്സ് എല്ലാവരും ഡിസൈഡ് ചെയ്തോ, തീരുമാനിച്ചോ? ടു ലീവ് എന്ന് പറഞ്ഞ അർത്ഥം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിടുക, ഒഴിവാവുക എന്നാണ് അർത്ഥം. ടു ലീവ് ദ കമ്പനി, ആ കമ്പനിയിൽ നിന്ന് ഒഴിവാകുന്നതിനെ കുറിച്ച് തീരുമാനിച്ചോ? ബിക്കോസ് ഓഫ് ദ സാലറി പ്രോബ്ലം കാരണം. ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം. സാലറി പ്രോബ്ലം കാരണം ആ കമ്പനിയിൽ നിന്ന് ഒഴിവാകുന്നതിനെ കുറിച്ച് സ്റ്റാഫ്സ് തീരുമാനിച്ചോ? നിങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അച്ഛന് ഇഷ്ടമല്ല നിങ്ങൾ ദുബായിലേക്ക് പോകുന്നത്, നാട്ടിൽ തന്നെ എവിടെയെങ്കിലും ജോലി നോക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അച്ഛൻ അമ്മയോട് ചോദിക്കുകയാണ്, അവൻ ഉറപ്പിച്ചോ ജോലിക്ക് വേണ്ടിയിട്ട് അമേരിക്കയിലോ അല്ലെങ്കിൽ ദുബായിലോ ജോലിക്ക് പോകാം എന്ന്, വിദേശത്തേക്ക് ജോലിക്ക് പോകാമെന്ന് അവൻ ഉറപ്പിച്ചോ? ഡിഡ് ഹി കൺഫേം എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക. ഡിഡ് ഹി കൺഫേം, അവൻ ഉറപ്പിച്ചോ? ദാറ്റ്, എന്തുറപ്പിച്ചോ? ഹി വിൽ ഗോ, അവൻ പോകും. നമ്മൾ അതിനെക്കുറിച്ചുള്ള ടെൻസ് ഒക്കെ, ഈ ഫോമിനെ കുറിച്ചുള്ള ടെൻസ് നമ്മൾ പഠിക്കാനുണ്ട്. ഹി വിൽ ഗോ അബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശത്ത് അവൻ പോകും എന്നത്
ഡിഡ് ഹി കൺഫേം, അവൻ ഉറപ്പിച്ചോ? ടീച്ചർ ക്ലാസ് എടുക്കുന്നതിനിടയിൽ നിങ്ങൾ ശല്യം ചെയ്തു, ടീച്ചർ ക്ലാസ് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി. പിന്നീട് പ്രിൻസിപ്പൽ ടീച്ചറെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അവൻ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡിസ്റ്റർബ് ചെയ്തോ, ക്ലാസ്സിനെ തടസ്സപ്പെടുത്തിയോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് ഹി ഇന്ററപ്റ്റ്? ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക, തടയുക. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നതിനെയാണ് ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. ഡിഡ് ഹി ഇന്ററപ്റ്റ്? അവൻ തടസ്സപ്പെടുത്തിയോ ദ ക്ലാസ്, ക്ലാസ് തടസ്സപ്പെടുത്തിയോ? വൈൽ എന്ന് പറഞ്ഞാലും വെൻ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. അതിന്റെ ഡിഫറൻസിനെ കുറിച്ചിട്ട് നമ്മൾ പിന്നീട് ക്ലാസ്സിൽ വരുന്നുണ്ട്. വൈൽ എന്ന് പറഞ്ഞാൽ അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്. സമയത്ത് യു വെയർ ടീച്ചിങ്. ഈ ഫോം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ മുമ്പത്തുള്ള വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഈ ഫോം ഏതാണെന്ന് കണ്ടുപിടിക്കുക. യു വെയർ ടീച്ചിങ്. പ്രിൻസിപ്പൽ ടീച്ചറോട് ചോദിക്കുകയാണ്, നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ നിങ്ങളുടെ ക്ലാസ് ഇന്ററപ്റ്റ് ചെയ്തോ, തടസ്സപ്പെടുത്തിയോ? നിങ്ങളുടെ മകളുടെ ബൈക്ക് മറ്റൊരു വണ്ടിയിൽ ഇടിച്ചു, അങ്ങനെ പോലീസ് കേസായി. അപ്പോൾ നിങ്ങളുടെ മകളുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്തായി, അവൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുമായി ചർച്ച ചെയ്ത് ധാരണ ഉണ്ടാക്കിയോ? അതെങ്ങനെ ചോദിക്കാം? ഡിഡ് ഷി നെഗോഷിയേറ്റ്? നെഗോഷിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്തുന്നത്, ഫോർമലായിട്ടുള്ള ഒരു ചർച്ച. ഇപ്പോൾ പോലീസ് കേസ് പോലെയുള്ള അല്ലെങ്കിൽ ഒരു പണമിടപാട് സംബന്ധിച്ചിട്ട് ഒരു ചർച്ച ചെയ്തിട്ട് ഒരു ധാരണയിലെത്തുന്നതിനെയാണ് നെഗോഷിയേറ്റ് എന്ന് പറയുക. ഡിഡ് ഷി നെഗോഷിയേറ്റ്? അങ്ങനെ ചർച്ച ചെയ്ത് ധാരണയിലെത്തിയോ? വിത്ത് ദ പോലീസ്? പോലീസുമായിട്ട് ഇവിടെ വിത്ത് കൂട്ടിയത് ആയിട്ട് എന്നുള്ളൊരു അർത്ഥം. പോലീസിന്റെ കൂടെ എന്നുള്ള അർത്ഥം. ദ പോലീസ് അബൌട്ട് ദ ആക്സിഡന്റ് കേസ്. ആ ആക്സിഡന്റ് കേസിനെ കുറിച്ചിട്ട് പോലീസുമായിട്ട് ഒരു ചർച്ച ചെയ്ത് നെഗോഷിയേഷൻ നടത്തിയോ, ഒരു ചർച്ച ചെയ്ത് ഒരു ധാരണയിൽ എത്തിയോ? എപ്പോഴും പുകവലിക്കുന്ന ഒരാളോട് നിങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ പുകവലിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് വല്ലാതെ എന്നെ ഈ പുകവലിക്കുന്നത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് പിന്നീട് സ്ട്രോക്ക് വന്നു, അങ്ങനെ ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ വന്നു. അന്നേരം നിങ്ങൾ കാണാൻ പോയപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, ഇത് ഓപ്പറേഷൻ സമയത്തും നിങ്ങളെ ഹെൽപ്പ് ചെയ്തോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് ഇറ്റ് ഹെൽപ്പ് യു? ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തോ? ഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ, ഡ്യൂറിങ് ആ സമയത്ത്. ദ ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തോ? നിങ്ങളുടെ വൈഫ് ഒരു സാരിയും വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു, കാണാൻ വലിയ വൃത്തിയൊന്നുമില്ല, പക്ഷെ അതിന് 2500 രൂപയായി. നിങ്ങളൊരു ഞെട്ടലോട് ചോദിക്കുകയാണ്, ഇതിന് ഇത്രയും വിലയായോ? ഡിഡ് ഇറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വിലയാകുക. ഡിഡ് ഇറ്റ് കോസ്റ്റ്? വിലയായോ? ഇതിന് വിലയായോ? ടു മച്ച് എന്ന് പറഞ്ഞാൽ വളരെയധികം. ഇതിന് വളരെയധികം വിലയായോ? ദെൻ അപ്പോൾ, എങ്കിൽ, വിലയായെങ്കിൽ. അപ്പോൾ വൈ ഡിഡ് യു ബൈ ദിസ്? ക്വസ്റ്റ്യൻ ഫോംസ് ഒക്കെ വരാനുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. വൈ ഡിഡ് യു ബൈ ദിസ്? പിന്നെ എന്തിന് നീ ഇത് വാങ്ങി? ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങാം. എന്തിന് എന്തെങ്കിലും ഒരു സാധനം വില കൊടുത്ത് വാങ്ങുന്നതിനാണ് ബൈ എന്ന് പറഞ്ഞത്. എന്തിന് നീ ഇത് വാങ്ങി? ഡിഡ് ഇറ്റ് കോസ്റ്റ് ടു മച്ച്? ഇതിന് ഇത്രയധികം വിലയായെങ്കിൽ എന്തിന് നീ ഇത് വാങ്ങി? നിങ്ങളോട് ഒരു കൂട്ടുകാരൻ പറഞ്ഞു, നിങ്ങളുടെ മകൾ റോഡിലൂടെ നടക്കുന്ന സമയത്ത് അരുൺ എന്നൊരു ചെറുപ്പക്കാരൻ അവളെ കളിയാക്കി. ഇത് കേട്ട ഉടനെ നിങ്ങൾ അരുണിനെ പോയിട്ട് തല്ലാൻ പോവുകയല്ല വേണ്ടത്, നിങ്ങളുടെ മകളോട് പോയിട്ട് ചോദിക്കണം. എന്ത് ചോദിക്കും? ഡിഡ് അരുൺ മോക്ക് യു? മോക്ക് എന്ന് പറഞ്ഞാൽ കളിയാക്കുക. ഡിഡ് അരുൺ മോക്ക് യു? അരുൺ നിന്നെ കളിയാക്കിയോ? വെൻ യു വെർ വാക്കിംഗ്? നീ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഓൺ ദ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുൺ നിന്നെ കളിയാക്കിയോ? ഒരുപാട് കാലത്തിന് ശേഷം വിളിച്ച ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് നിന്റെ മക്കളൊക്കെ, എങ്ങനെയുണ്ട് ചെറിയ കുട്ടി മുട്ടിലിഴയാൻ തുടങ്ങിയോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് ദ ബേബി സ്റ്റാർട്ട്? ബേബി സ്റ്റാർട്ട് ചെയ്തോ? ബേബി തുടങ്ങിയോ? ക്രൗൾ എന്ന് പറഞ്ഞാൽ മുട്ടിൽ ഇഴഞ്ഞു പോകുന്നതിനെയാണ്. മുട്ടിൽ ഇഴഞ്ഞിട്ട് ആരായാലും, കുഞ്ഞുങ്ങൾ മാത്രമല്ല ആരായാലും മുട്ടിൽ ഇഴഞ്ഞു നീങ്ങുന്നതിനെയാണ് ക്രൗൾ എന്ന് പറയുക. അതിൻ്റെ I+ing, ക്രൗളിംഗ്. ദ ബേബി മുട്ടിലിഴയാൻ തുടങ്ങിയോ? അപ്പോൾ നടന്നോ, ഇരുന്നോ, കിടന്നോ, ചാടിയോ, തുള്ളിയോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊനൗൺസ് വരുമ്പോൾ ഡിഡ് വന്നതിന് ശേഷം ഇവിടെ വേർബാണ് വരിക, പിന്നെ ക്വസ്റ്റ്യൻ ഫോം വരും. ഇവിടെ പ്ലൂറൽ എന്താണ്, സിംഗുലർ എന്താണൊക്കെ മനസ്സിലാവാത്ത എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്നതാണ്. നിങ്ങളും കൂട്ടുകാരും കൂടിയിട്ട് ഒരു കല്യാണത്തിന് പോയി. നിങ്ങൾ ആ കല്യാണ വീട്ടിലെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർ പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട്, അവർക്ക് വിശപ്പിൻ്റെ അസുഖമുള്ളത് കൊണ്ട് തന്നെ വിശപ്പ് വേഗം പെട്ടെന്ന് അടക്കിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? എന്നെ കൂട്ടാതെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ?
എങ്ങനെ ചോദിക്കാം? അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇത് നിങ്ങളുടെ ഒരു ടാസ്ക് ആണ്. എന്നെ കൂട്ടാതെ ഭക്ഷണം നിങ്ങൾ കഴിച്ചോ എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ജസ്റ്റ് ട്രൈ ചെയ്യൂ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. എന്തായാലും നിർബന്ധമായി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, മാക്സിമം കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കുക. പലരും കമൻറ്റിലൂടെയും പേഴ്സണലായിട്ടൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അവരുടെ സംശയങ്ങൾ ഞാൻ മാക്സിമം മാറ്റി കൊടുക്കുന്നവരെ അവർക്ക് മറുപടി നൽകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടാവുക. ഇംഗ്ലീഷിനെ നമുക്ക് പച്ചവെള്ളം പോലെ ആക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.